ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് എന്നതിലേക്ക് സ്വാഗതം. അന്ത 7 നാട്ടുകൾ എന്ന് പറഞ്ഞ പടത്തിന്റെ ഓഡിയോ റൈറ്റ്സ് എടുത്തിരിക്കുന്നത് സരിഗമ എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ സ്പൈഡർമാൻ്റെ 4ാം ഭാഗം സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന്റെ ഷൂട്ടിംഗ് ഓഗസ്റ്റ് 1 തുടങ്ങുന്നുള്ളതാണ് കേൾക്കുന്നത്. എന്തായാലും 2026 ജൂലൈ 24 പടത്തിന്റെ റിലീസ് പ്ലാനിയുന്നത്. പിന്നെ തങ്കലം എന്ന് പറഞ്ഞ പടത്തിന്റെ പോസ്റ്റ് പുറത്തിറക്കിയിട്ടുണ്ട്. പിന്നെ മഹാവതാർ നരസിംഹ എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന്റെ 3 days to go പോസ്റ്റ് വന്നു. പിന്നെ ഹരിഹര വീരമല്ലം എന്ന് പറഞ്ഞതിന്റെ തമിഴ്നാട് ബുക്കിംഗ് ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇത് സറണ്ടർ എന്ന് പറഞ്ഞ പടത്തിന്റെ ട്രെയിലർ വരാൻ അത് 23 തീയതി എന്ന് വെച്ചാൽ ഇന്ന് 12 മണിക്കാന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ സുമതി വളവ് എന്ന് പറഞ്ഞ പടത്തിലത്തെ ഒറ്റ നോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങി. പിന്നെ സൺ ഓഫ് സർദാർ 2 എന്ന് പറഞ്ഞിട്ടുള്ള പടം ഓഗസ്റ്റ് 1 തീയതി റിലീസാകാനുള്ള അറിയിച്ചു. പിന്നെ ശ്രദ്ധ ഒരു പടം ഡയറക്ഷൻ ചെയ്യാൻ പോകാന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. അതിൽ നായകനായിട്ട് സോബിൻ ഷായർ വരും എന്നുള്ള കേൾക്കുന്നുണ്ട്. എന്തായാലും ബെന്നി പി നായരമ്പലം എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് സ്ക്രിപ്റ്റ് ചെയ്തെന്നുള്ള കേൾക്കുന്നുണ്ട്. അതേമാതിരി ഷൈജു ഖാലിദായിരിക്കും DOP ചെയ്യാന്നുള്ള കേൾക്കുന്നുണ്ട്. അൻവർ റഷീദായിരിക്കും പ്രൊഡക്ഷൻ എന്നുള്ളതും കേൾക്കുന്നുണ്ട്. എന്തായാലും വരട്ടെ. പിന്നെ ഷോർട്ട് ടൈം എന്ന് പറഞ്ഞ പടം ആമസോൺ പ്രൈമിലൂടെ പടത്തിന് വരും എന്നുള്ള അറിയിച്ചുകൊണ്ട് കമ്മിങ് സൂൺ എന്നുള്ള രീതിയിൽ പോസ്റ്റർ ആക്കിയിട്ടുണ്ട്. പിന്നെ ഒസ്മേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന്റെ അക്കലു ബക്കലു എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങി. പിന്നെ ചൈന പീസ് എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന്റെ മ്യൂസിക് റൈറ്റ്സ് എടുത്തിരിക്കുന്നത് ടിപ്സ് തെലുങ്ക എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ എക്ക എന്ന് പറഞ്ഞിടത്തെ മോനോ എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ സോങ് പുറത്തിറങ്ങി. പിന്നെ ബാംഗ്ലൂർ ഹൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പടം അനൗൺസ് ചെയ്തിട്ടുണ്ട്. എന്തായാലും എൻ്റെ ഒരു ഒഫീഷ്യൽ പോസ്റ്റർ കണ്ടിട്ടുണ്ട്. സേ നോ ടു ഡ്രഗ്സ് എന്നുള്ള രീതിയിലൊക്കെ ഉണ്ടായാലും ക്യാപ്ഷൻ കൊടുത്തിട്ടുള്ളത്. എന്തായാലും ഷൈൻ ടോം ജാക്കോ, സിജു വിൽസൺ, അനൂപ് മേനോൻ ഇവരൊക്കെ എൻ്റെ മെയിൻ കഥാപാത്രങ്ങളായിരുന്നു. കോൺഫിഡൻറ്റ് ഗ്രൂപ്പാണ് പടം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്തായാലും ഇതിന് പൂജ കടന്നിട്ടുണ്ടായിരുന്നു. പൂജ നടന്നതിൻ്റെ ക്ലാപ്പോണിൻ്റെ ഫോട്ടോസും അതേമാതിരി ഇവരൊക്കെ വന്നതിൻ്റെ ഒരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. രണ്ടേ സ്ക്രീനിൽ എടുക്കാം. പിന്നെ റോന്ത് എന്ന് പറഞ്ഞ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ഇപ്പോൾ സ്ട്രീമിംഗ് ആയിട്ടുണ്ട്. ഇന്നലെ ഞാൻ കണ്ടിട്ടില്ല, കണ്ടു കഴിഞ്ഞാൽ അഭിപ്രായം പറയുന്നുണ്ട്. പിന്നെ ബില്ല രംഗ ഭാഷ അല്ലെങ്കിൽ BRB ഈ പടത്തിൽ രുക്മിണി വസന്ത് ഓൺ ബോർഡ് ആവുന്ന രീതിയിൽ കേൾക്കുന്നുണ്ട്. അല്ലെങ്കിൽ പൂജാക്കിട്ട് ഓൺ ബോർഡ് ആവുന്ന രീതിയിൽ കേൾക്കുന്നുണ്ട്. എന്തായാലും ഇതിൽ ഏതെങ്കിലും ഒരാളായിരിക്കും ഉണ്ടാവുക. ആരാന്നുള്ളത് കണ്ടതിന് അറിയണം. പിന്നെ ഇഡ്ലി കടയിൽ എന്ന് പറഞ്ഞ പടത്തിന്റെ ഫസ്റ്റ് സിംഗിൾ ധനുഷിന്റെ പുറത്തേക്ക് ജൂലൈ 28 പുറത്തിറങ്ങുന്ന രീതിയിൽ കേട്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ കേൾക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ജൂലൈ 27 പാട്ട് വരും എന്നുള്ള രീതിയിലാണ്. എന്തായാലും ലിറിക്സ് ചെയ്തിട്ടുള്ളത് ധനുഷ് എന്നുള്ള കേൾക്കുന്നുണ്ട്. ഈ പ്രകാശാണ് മ്യൂസിക് എന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ്. പിന്നെ പാടിയിട്ടുള്ളത് ധനുഷും ശ്വേതമേനനും കൂടിയിട്ടാണെന്നുള്ളതാണ് കേൾക്കുന്നത്. എന്തായാലും വരട്ടെ. പിന്നെ പെഡി എന്ന് പറഞ്ഞ പടത്തിന്റെ അടുത്ത ഷെഡ്യൂളിനായിട്ടുള്ളൊരു ലുക്ക് ചേഞ്ച് ആണെന്ന് തോന്നുന്നുണ്ട്. കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു. എന്തായാലും ഒരു പരിപാടി നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഫോട്ടോ ഇട്ട് ഞാൻ സ്ക്രീനിൽ എടുക്കാം. പിന്നെ AK-64 അജിത് കുമാറിന്റെ 64ാമത്തെ പടം അദിക് രവിചന്ദ്രനെ എടുക്കുക എന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. എന്തായാലും നമ്പറിലൊക്കെ ആയിട്ടായിരിക്കും ഇതിന്റെ ഷൂട്ട് തുടങ്ങുക എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്തായാലും വരട്ടെ. ഈ ഗുഡ് ബൈ ഡഗ്ലി പോലെ ആക്കായിരുന്നാൽ മതിയായിരുന്നു. പിന്നെ NTRനെ വെച്ചിട്ട് ത്രിവിക്രം എടുക്കാൻ പോകുന്ന പടം രാമായണ എന്ന് പറഞ്ഞ പടത്തിനായിട്ടും വലിയ സ്കെയിലിൽ ഒരുങ്ങുന്ന പടമായിരിക്കും എന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. അത് ബഡ്ജറ്റ് കൊണ്ടാണോ അത് വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണോ എന്ന് അറിയില്ല. എന്തായാലും നോക്കി നോക്കാം. പിന്നെ അവതാർ ഫയർ ആൻഡ് ആഷ് എന്ന് പറഞ്ഞിട്ടുള്ള പടം എന്നുവെച്ചാൽ അവതാറിന്റെ 3ാം ഭാഗം ഈ ഡിസംബർ 19 ആയിരിക്കും റിലീസ് ആവാനുള്ള അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഒഫീഷ്യൽ പുതിയ പോസ്റ്റർ കണ്ടിട്ട് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ കിങ്ഡം എന്ന് പറഞ്ഞതിന്റെ ഹിന്ദിയിലത്തെ പേര് സാമ്രാജ്യം എന്നുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. എന്തായാലും ജൂലൈ 31 പടം റിലീസ് ആകുമ്പോൾ ഇതിന്റെ ട്രെയിലർ ഈ ജൂലൈ 26 വരെ എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. എന്തായാലും അതിന്റെ ഒഫീഷ്യൽ പോസ്റ്റർ വന്നിട്ടുണ്ട്. ഞാൻ സ്ക്രീനിൽ കാണിക്കാം. ലോഞ്ച് ഇവന്റിലൂടെയാണ് പുറത്തിറക്കുക. തിരുപ്പതിയിലാണ് ഇതിന്റെ ലോഞ്ച് എടുക്കാൻ പോകുന്നത്. പിന്നെ വാർ 2 എന്ന് പറഞ്ഞതിന്റെ ട്രെയിലർ വരുന്നു പറഞ്ഞിരുന്നു. അത് ജൂലൈ 23 എന്നുള്ള രീതിയിലൊക്കെ കേട്ടിരുന്നു. വരും എന്നുള്ള രീതിയിലൊക്കെ കേട്ടിരുന്നു. പക്ഷേ ജൂലൈ 23 അല്ല, ജൂലൈ 25 ഇതിന്റെ ഒഫീഷ്യൽ ട്രെയിലർ റിലീസ് ആകാൻ പോകുന്നത്. ഇപ്പം എന്തായാലും ആ ദിവസത്തേക്ക് വെയിറ്റ് ചെയ്യാം. പിന്നെ കറുപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള സൂര്യയുടെ 45ാമത്തെ പടം RJ ബാലാജി എടുക്കുന്നതാണ്. ഈ പടത്തിന്റെ അപ്ഡേഷൻ അല്ലെങ്കിൽ ടീസർ 23 വരും എന്നുള്ള പറഞ്ഞിട്ടായിരുന്നു ഇന്ന് സൂര്യയുടെ ബർത്ത്ഡേയായിട്ട്. എന്തായാലും ഇതിന്റെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ അതിന് മുന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇന്നലെ 7 മണിക്ക്. ഇതാണ് പോസ്റ്റർ. ഗംഭീര പോസ്റ്റർ ആയിട്ടാണ് തോന്നി. ബ്ലാക്ക് ഷർട്ട്, ബ്ലാക്ക് മുണ്ട്, ബ്ലാക്ക് ബനിയനൊക്കെ ഇട്ടിട്ടാണ് ആൾ വന്നിട്ടുള്ളത്. അതിൻ്റെ ഇടയിൽ കൂടെ സിഗരറ്റ് അടിച്ചു പിടിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്ന് രാവിലെ 10 മണിക്ക് ഇതിന്റെ ടീസർ വന്നിട്ടുണ്ടാവും. അത് എന്തായാലും റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ള വീഡിയോ ആണ്. പിന്നെ പടത്തിന്റെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ ഈ 12 മണിക്ക് എത്തിയിട്ടുണ്ട്. അത് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. ഓൾറെഡി ഇതിന്റെ ഷൂട്ടിങ്ങിന്റെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പടത്തിൽ ഡിവോഷണൽ രീതിയിലുള്ളൊരു സംഭവം ഉണ്ടാവും. അതേമാതിരി നോർമൽ രീതിയിലുള്ളൊരു സംഭവം ഉണ്ടാകുന്നുള്ളത്. ഡിവോഷണൽ രീതിയിലുള്ളൊരു സംഭവമാണ് സെക്കൻഡ് ലുക്ക് പോസ്റ്ററായി വർക്ക് ചെയ്തിട്ടുള്ളത്. ഇതാണ് പോസ്റ്റർ. എന്തായാലും രണ്ട് നല്ല പോസ്റ്റർ തന്നെയാണ്. എനിക്ക് ഫസ്റ്റ് ലുക്ക് പോസ്റ്ററാണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. നിങ്ങൾക്ക് ഏതാണുള്ള താഴെ കമന്റ് ചെയ്യുക. പിന്നെ കിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഷാരൂഖ് ഖാന്റെ പടത്തിന്റെ ഷൂട്ടിന്റെ അടുക്കുന്ന ഷാരൂഖ് ഖാന് ഒരു ഇഞ്ചറി പറ്റിയിട്ടുണ്ട്. വലിയ ഇഞ്ചറി ഒന്നല്ല, പക്ഷേ ഒരു മാസത്തെ റെസ്റ്റ് എടുക്കുന്ന രീതിയിലാണ് കേൾക്കുന്നത്. അപ്പോൾ ഷൂട്ടൊക്കെ ഇപ്പോൾ തൽക്കാലം നിർത്തിച്ചിരിക്കുകയാണ്. പിന്നെ കാന്താര ലെജൻഡ് ചാപ്റ്റർ 1 എന്ന് പറഞ്ഞിട്ടുള്ള രശ്മി ചെട്ടി അഭിനയിക്കുന്ന പടമാണ്. ആൾ ഡയറക്ഷൻ ചെയ്യുന്ന പടം തന്നെയാണ്. എന്തായാലും ഇതിന്റെ ഷൂട്ടിംഗ് കംപ്ലീറ്റ് ആയിട്ടുള്ള അറിയിച്ചിട്ടുണ്ട്. റാപ്പ് എന്നുള്ള രീതിയിൽ ഒരു പോസ്റ്റർ കണ്ടിട്ടുണ്ട്. അതേമാതിരി അവർ ഒരു വീഡിയോ പുറത്തിറക്കിയിട്ടുണ്ട്. വീഡിയോ ഗംഭീരമായിട്ടാണ് തോന്നിയത്. പിന്നെ ലോകേഷ് രാജ് രജനീകാന്ത് വെച്ചെടുക്കുന്ന പടം കൂലി എന്ന് പറഞ്ഞിട്ടുള്ള പടം. ഈ പടത്തിന്റെ 3rd സിംഗിൾ ഹൈദരാബാദിൽ ഒരു ഇവന്റിൽ വെച്ചിട്ട് പുറത്തിറക്കുന്നുള്ള അറിഞ്ഞിട്ടുണ്ടായിരുന്നു. പവർ ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട്. എന്തായാലും ഒഫീഷ്യലായിട്ട് ഇപ്പോൾ ലിറിക്കൽ വീഡിയോ യൂട്യൂബിൽ ലഭ്യമായിട്ടുണ്ട്. ഇന്നലെ 9 മണി മുതൽ. അതിന്റെ മുന്നായിട്ട് തന്നെ ഈ സ്പോട്ടിഫൈ അങ്ങനത്തെ ആപ്പിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ഗംഭീര പാട്ടായിട്ട് തന്നെ തോന്നിയത്. ഓൾറെഡി അതിന്റെ ഒരു ചെറിയ ഭാഗം വന്നപ്പോൾ തന്നെ നമ്മൾ പ്രതീക്ഷയാണ് വേറെ ലെവലായിരിക്കും എന്നുള്ളത്. അതേപോലെ തന്നെ പിന്നെ ദുൽഖർ സൽമാന്റെ അടുത്ത വരാൻ പോണ പടത്തിൽ പൂജാക്കിട്ട് നായികയായി എത്തുന്നുള്ള കേൾക്കുന്നുണ്ട്. എന്തായാലും SLV സിനിമാസ് ആയിരിക്കും പടം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കേൾക്കുന്നുണ്ട്. എന്തായാലും റോംകോം രീതിയിലുള്ള ഒരു പടമായിരിക്കും ഈ വരാൻ പോണ പടം എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്തായാലും ഇത് കൺഫേം ആയിട്ടുണ്ട്. എം ഗെയിം എന്ന് പറഞ്ഞ ഷൂട്ടിന് ശേഷമായിരിക്കും ഈ പടത്തിൽ ദുൽഖർ സൽമാൻ ജോയിൻ ചെയ്യുക. എന്തായാലും വരട്ടെ. പടം എന്തായാലും 2026 റിലീസ് ഉണ്ടാവും എന്നുള്ളതാണ് കേൾക്കുന്നത്. പിന്നെ പടത്തിന്റെ ഷൂട്ടിംഗ് മെയിൻലി USA എന്നുള്ളതും പറഞ്ഞു കേൾക്കുന്നുണ്ട്. മെയിൻലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് USA വെച്ചിട്ടായിരിക്കും ഷൂട്ട് ചെയ്യാന്നുള്ളതാണ് കേൾക്കുന്നത്. അപ്പോൾ അതുപോലത്തെ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.